ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് മലയാളത്തിലെ ഒരു പുതിയ ടോപ്പിക് വെച്ചാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ മലയാളവുമായിട്ട് റിലേറ്റ് ചെയ്ത് 7 ടോപ്പിക്കുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ 7ാമത്തെ ടോപ്പിക്കായ പദശുദ്ധിയല്ല, വിപരീത പദങ്ങളിൽ നിന്നുള്ള 3 ക്ലാസ്സുകളെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. തുടർന്ന് ഇനി ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, മലയാള ശൈലികൾ. കാരണം ഏകദേശം ഒരു 10-13ഓളം ടോപ്പിക്സുകളാണ് നമുക്ക് മലയാളത്തിൽ കവർ ചെയ്യാനുള്ളത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും, അതായത് ഏകദേശം ഡിസംബർ 31 ആകുമ്പോഴേക്കും നമുക്ക് മലയാളം തീർക്കണം, അല്ലെ? അതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഓരോരോ ടോപ്പിക്കുകളിൽ നിന്നായിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോവാം. അപ്പൊ എന്താ വെച്ചാൽ എല്ലാതും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് പഠിക്കാനും പറ്റും. ഓക്കെ, ഇതെല്ലാം തന്നെ ധാരാളം റിവിഷൻ ആവശ്യമുള്ള ഒരു ഭാഗമാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, മലയാള ശൈലികൾ. ഓക്കെ, മലയാള ശൈലികളിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആലത്തൂർ കാക്ക. എന്താണ് ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ? ആശിച്ചു കാലം കഴിക്കുന്നവരാണ് ആലത്തൂർ കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ആശിച്ച് കാലം കഴിക്കുന്നവരാണ് ആലത്തൂർ കാക്ക. നമ്മൾ PSCയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കാർ സർവീസിൽ കയറുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആലത്തൂർ കാക്കകളാവാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എന്തായാലും എത്തും. ഞാൻ ആലത്തൂർ കാക്ക ആവില്ല എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, പുളിശ്ശേരി വെക്കുക. പുളിശ്ശേരി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കുക. നശിപ്പിക്കുന്നതിനെയാണ് പുളിശ്ശേരി വെക്കുക എന്ന് പറയാം കേട്ടോ. ഓക്കെ, മർക്കടമുഷ്ടി. മർക്കടമുഷ്ടി എന്നതുകൊണ്ട് എന്താണ്? വളരെ ഷാഢ്യമുള്ളതിനെയാണ് നമ്മൾ മർക്കടമുഷ്ടി എന്ന് പറയാട്ടാ. ഷാഢ്യം ആണ് മർക്കടമുഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശവത്തിൽ കുത്തുക, അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ്? അവശനെ ഉപദ്രവിക്കുകയാണ്. അതായത് ഒരാള് എല്ലാ തരത്തിലും വീക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ അയാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാൾ പറയും നമ്മളോട് തന്നെ ശവത്തിൽ കുത്തരുത് കേട്ടോ, അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ശവത്തിൽ കുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അജഗജാന്തരം എന്നുള്ള ശൈലി ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ അജം എന്ന് പറഞ്ഞാൽ ആടാണ്, ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. അവർ തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതാണ് അജഗജാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, തൊലി ഉരിച്ച ഓന്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്ഥിതിയിൽ പെട്ടവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തൊലി ഉരിഞ്ഞു പോയ സാഹചര്യത്തിൽ ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ നമ്മള്. തൊലി ഉരിച്ച ഓന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വല്ലാത്ത സ്ഥിതിയിൽ പെട്ടവനാണ്. പള്ളിയിൽ കയറുക. പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താ? വില പോവാതിരിക്കുക. അതായത് ആ കാര്യത്തിന് ഒരു വിലയും ഇവിടെ കൽപ്പിക്കാൻ പോകുന്നില്ല, അതിന് പള്ളിയിൽ കയറുക എന്നാ പറയാ. നമ്മൾ പറയില്ലേ ചില കാര്യം, പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടോന്ന്, ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, വില ഇല്ലാന്ന്. അതാണ് പള്ളിയിൽ കയറുക, അതായത് വില പോവാതിരിക്കുക. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ വലിയ വായയിൽ ഒരു കുഞ്ഞമ്പഴങ്ങ ഇരിക്കുമ്പോ എന്താ? ചെറിയ നേട്ടാണ്, അല്ലെ? ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ നേട്ടത്തിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ആറാട്ടുകൊമ്പൻ. ആറാട്ടുകൊമ്പൻ എന്ന് കേൾക്കുമ്പോ തന്നെ എന്താ? ഒരു വലിയ പ്രതാപമുള്ളവനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യണം. വലിയ പ്രതാപമുള്ളവനെയാണ് നമ്മൾ എന്ത് പറയാ? ആറാട്ടുകൊമ്പൻ എന്ന് പറയാ. നെക്സ്റ്റ്, അകത്തു കത്തിയും പുറത്തു പത്തിയും. എന്താണ് അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് വിരോധം മറച്ചു വെച്ചിട്ട് സ്നേഹത്തോടെ പെരുമാറുക. അതായത് നമുക്ക് ഒരാളോട് വളരെ ദേഷ്യമുണ്ട്, പക്ഷെ അയാളെ കാണുമ്പോൾ നമ്മൾ അയാളോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അകത്തു കത്തിയും പുറത്ത് പത്തിയും. നെക്സ്റ്റ്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. എന്താണ്? നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. എന്താണ്? നിസാര കാര്യത്തിന് വലിയ നഷ്ടം വരുത്തുക. നമ്മളോട് ചിലർ പറയാറുണ്ട്, അല്ലെ? എലിയെ പേടിച്ച് ഇല്ലം ചുടരുതിട്ടോ എന്നൊക്കെ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മുട്ടുശാന്തി. മുട്ടുശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായിട്ട് പരിഹാരം ചെയ്യുന്നതിനെയാണ് മുട്ടുശാന്തി എന്ന് പറയുക. നെക്സ്റ്റ്, കാലനു കഞ്ഞി വെച്ചവൻ. കാലനു കഞ്ഞി വെച്ചവൻ എന്ന് പറഞ്ഞാല് ആരെയും വഞ്ചിക്കാൻ കഴിവുള്ള ആളാണ്. കാലന് പോലും കഞ്ഞി വെക്കുകയാണ് അവൻ, അല്ലെ? അപ്പൊ എന്താ? ആരെയും വഞ്ചിക്കാൻ അവനെ കൊണ്ട് പറ്റും. അതാണ് ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവൻ എന്ന ആ ഒരു അർത്ഥത്തിലാണ് കാലനു കഞ്ഞി വെച്ചവൻ എന്ന് പറഞ്ഞ മലയാള ശൈലി സാധാരണയായിട്ട് പ്രയോഗിക്കാറ്. അങ്കുലി പരിമിതം. അങ്കുലീയം നമ്മൾ പഠിച്ചിട്ടുണ്ട് സമാന പദത്തില്. അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നതാണ് അങ്കുലി പരിമിതം. നെക്സ്റ്റ്, കാക്കപ്പൊന്ന്. പൊന്ന് എന്ന് പറഞ്ഞാൽ വില ഉള്ള സാധനമാണ്, അല്ലെ? അപ്പൊ കാക്കയുടെ കൂടെ ആയതുകൊണ്ട് വില കെട്ട വസ്തുവായി മാറി കേട്ടോ. ഓക്കെ, അപ്പൊ കാക്ക പൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കെട്ട വസ്തു എന്നാണ് അർത്ഥം. എരുമത്തലയൻ എന്ന് പറഞ്ഞാൽ എന്താ?
വലിയ വിഡ്ഢീനെയാണ് നമ്മൾ എരുമത്തലയൻ, അവനൊരു എരുമത്തലയനാണ്, മഹാവിഡ്ഢിയാണ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും. എലിയുടെ കുഞ്ഞും നെല്ലു തൊലിക്കും എന്ന് പറഞ്ഞാൽ എന്താ? മക്കള് അച്ഛന്റെ വാസന കാണിക്കുക, അതായത് കുട്ടികൾ അവരുടെ പാരന്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് കാണിക്കുക എന്ന് പറയില്ലേ, അതാണ് എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം കാണുക, അതായത് കിണറിന്റെ ഏറ്റവും അടിയിലല്ലേ നെല്ലിപ്പലക സെറ്റ് ചെയ്യാറ്, അപ്പൊ കിണറിന്റെ ഏറ്റവും താഴെ വരെ പോണ്ടേ, അപ്പൊ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക എന്നാണ്. നെക്സ്റ്റ് നെയ്യിൽ കൈമുക്കുക. നെയ്യിൽ കൈമുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ചെയ്യുക. പണ്ട് നമ്മൾ ട്രാവൻകൂർ രാജ്യാക്കന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് പറയാറുണ്ട്, കുറ്റം ചെയ്ത ആളുകൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കിയിട്ട് പറയിക്കാറുണ്ട് എന്നൊക്കെ അല്ലെ. അപ്പൊ നെയ്യിൽ കൈമുക്കുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നാണ് അർത്ഥം. താളം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? വിഷമിക്കുക. വിഷമിക്കുക എന്ന ആ വിഷമിക്കുന്നതിനാണ് ഞാൻ വല്ലാണ്ട് താളം ചവിട്ടുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ. ചക്രം ചവിട്ടുക ഒരു വലിയ ടാസ്ക് ആയിട്ട് എടുക്കുക. അപ്പൊ എന്താണ് അത്? ബുദ്ധിമുട്ടുക. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകയാണ്. അറുത്തു മുറിച്ചു പറയുക എന്ന് പറഞ്ഞാൽ എന്താ? തീർത്തു പറയുക. എനിക്ക് പറ്റില്ല കേട്ടോ ആ കാര്യം, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യില്ല കേട്ടോ, അങ്ങനെയൊക്കെ ചിലര് അറുത്ത് മുറിച്ച് അങ്ങനെ പറയും. അല്ലെങ്കിൽ ഈ ബന്ധം എനിക്ക് താല്പര്യമില്ല കേട്ടോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും, ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും അല്ലെ, അറുത്തു മുറിച്ച് അങ്ങോട്ട് പറയും, വേറെ ഒന്നും ചിന്തിക്കില്ല. ഓക്കെ, അതായത് തീർത്ത് പറയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1000 പറയുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പറയാ, അതായത് ഏറെ പറയുന്നതിനെയാണ് 1000 പറയുക എന്ന് പറയാം. കാൽ നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശിക്കുക. അപ്പൊ അകത്തേക്ക് കാൽ നീട്ടുക എന്നൊക്കെ ഉദ്ദേശിക്കുക, അകത്തേക്ക് പ്രവേശിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രവേശിക്കുക, നമ്മൾ ഇങ്ങോട്ട് കടക്കുന്നതിനെയാണ് കാൽ നീട്ടുക അല്ലെ. കാൽ നീട്ടിയാലല്ലേ കടക്കാൻ പറ്റുള്ളൂ. കാട് കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധം ചെയ്യുക. എന്തെങ്കിലും അബദ്ധം ചെയ്തു കഴിഞ്ഞാലാണ് കാട് കാട്ടി എന്ന് പറയാട്ടോ. അപ്പൊ കാട് കാട്ടുക എന്നുള്ള മലയാളം ശൈലിയുടെ അർത്ഥം എന്താണ്? അബദ്ധം ചെയ്യുക, എന്തെങ്കിലും അബദ്ധം ചെയ്യുക, ആ ഒരു അർത്ഥത്തിലാണ് കാട് കാട്ടുക എന്നുള്ള മലയാളം ശൈലി ഉപയോഗിക്കാറ്. കഴുത്തിൽ കയറിടുക എന്ന് പറഞ്ഞാൽ എന്താ? കഴുത്തിൽ കയറിടുക എന്ന് പറഞ്ഞാൽ അപകടം പറ്റി തന്നെയാണ് അല്ലെ. അതായത് അബദ്ധത്തിൽ അകപ്പെടുക എന്നാണ് കഴുത്തിൽ കയറിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ കണ്ണിൽ മണ്ണിടുക എന്ന് പറഞ്ഞാലോ? കണ്ണിൽ മണ്ണിടുക വഞ്ചിക്കുക. ഒരാള് നമ്മളെ വഞ്ചിച്ച അയാൾ എന്റെ കണ്ണിൽ മണ്ണിട്ടു എന്നൊക്കെ പറയാറില്ലേ, ചോറിൽ മണ്ണിട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ കണ്ണിൽ മണ്ണിടുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എന്നാണ് അർത്ഥം. ഞാനിതിങ്ങനെ പറഞ്ഞു പോവുകയാണ്, അല്ലാണ്ട് അതിന്റെ ഇടയിൽ നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ എല്ലാവരും ഡിഗ്രി ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും മെച്ചുവേർഡ് ആയ ആളുകളാണ് അല്ലെ. അപ്പൊ മെച്ചുവേർഡ് ആയ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറെ സമയം അതും ഇതും പറഞ്ഞൊന്നും നമ്മൾ സമയം കളയേണ്ടതില്ല. ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതായത് ഇന്നർ സെൽഫിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ കൊണ്ടേ നമുക്ക് ഗോൾ അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാവുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾ നിങ്ങൾ എത്ര ഉന്തി തള്ളി വിട്ടാലും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ വളരെ കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിലോ എന്തെങ്കിലും പോയി ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടാൽ ഒരു 2 മണിക്കൂർ 2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് അതൊക്കെയാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിലാവും. പക്ഷെ പകരം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്നതാണെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും നിലനിൽക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി, നിങ്ങളുടെ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് നിങ്ങൾക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഒരു ജോലി എന്നുള്ളത് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പൊ വേറെയുള്ള ആരും നമ്മൾ ഉന്തേണ്ടേയും തള്ളേണ്ടേയും ഒന്നും നമുക്ക് ആവശ്യം വരില്ല. കണക്കിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കണക്കിലാകുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാവുക. അതായത് അത് എന്റെ കണക്കിലായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ശരിയായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കടലിൽ കൈ കഴുകുക. കടലിൽ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് ചെലവ് ചെയ്യുന്നതിനെയാണ് കടലിൽ കൈ കഴുകുക എന്ന് പറയാം. ഓക്കെ, ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മാവിന്റെ ഒക്കെ മുകളിൽ ഇത്തിൽ കണ്ണി പിടിച്ച എന്താ? ആ മാവിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആൾക്ക് ചീത്ത കൂട്ടുകെട്ട്, മാവിന് വന്നൊരു ചീത്ത കൂട്ടുകെട്ടാണ് അതിന്റെ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത്. അതായത് നല്ല ആളുകൾക്ക് ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാവുന്നതിനെയാണ് ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് പറയാം. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പ്രയോജനകരമായ പരിഹാരം ചെയ്യൽ. അതായത് എന്തിനെങ്കിലും ഒരു പരിഹാരം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ പരിഹാരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, വെറുതെ ചെയ്യാണ്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് വെറുതെ നീ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കേണ്ട എന്നൊക്കെ പറയാറുണ്ട്. അതാണ് നിഷ്പ്രയോജനകരമായിട്ടുള്ള പരിഹാരം ചെയ്യലിനെയാണ്
ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയാം. ഉടച്ചു വാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനായിട്ട് മാറ്റുകയാണ്. ഇപ്പൊ ഗോൾഡ് ഒരു മാല നിങ്ങൾ കൊണ്ടെടുത്ത് അത് ഉരുക്കിയിട്ട് ഒരു വളയാക്കാം. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാല എന്നുള്ള സംഭവം മാറി വളയായി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട്, അതായത് മുഴുവനായിട്ട് മാറ്റുന്നതിനെയാണ് ഉടച്ചു വാർക്കുക എന്ന് പറയാം. ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദാനം ചെയ്യുകയാണ് കേട്ടാ. ഉദകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദാനം ചെയ്യുന്നതിനെയാണ് ഉദകം ചെയ്യുക എന്ന് പറയുന്നത്. ഉപായത്തിൽ കഴിച്ചുകൂട്ടുക. ഉപായത്തിൽ കഴിച്ചുകൂട്ടുക എന്താ? അയാള് വളരെ ചുരുക്കത്തിൽ ആ പരിപാടി നടത്തി, അയാൾ അതൊരു സൂത്രം പ്രയോഗിച്ച പോലെയായി അല്ലെ, അല്ലെങ്കിൽ തട്ടിപ്പും തരികിടയൊക്കെ ആയിട്ട് ആ പരിപാടി അങ്ങോട്ട് നടത്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഉപായത്തിൽ കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നടത്തുക. ഉള്ളം കൈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതിസ്പഷ്ടം, അതായത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണത്. അത് ഉള്ളം കൈ നെല്ലിക്ക എന്നാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ശൈലി. നെക്സ്റ്റ്, ഊർധ്വഗതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നശിക്കാറാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നശിക്കാറാവുക. കായാണ് കേട്ടോ, കാ തന്നെയാണ്, പക്ഷെ ക്ലിയർ ആവുന്നില്ല. നശിക്കാറാവുക എന്നതാണ് ഊർധ്വഗതിയെ പ്രാപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊതി പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പ്രയാസം തോൽപ്പിക്കുക. അയാള് ഒരൊറ്റ ഊത്തിന് അയാളെ പറപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അതായത് ജസ്റ്റ് അയാൾ ഒന്നും ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും അയാൾ തോറ്റു. അപ്പൊ നിഷ്പ്രയാസം തോൽപ്പിക്കുന്നതിനെയാണ് ഊതി പറപ്പിക്കുക എന്ന് പറയാം. ഉറിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക. എന്താണ്? പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക, അതിനെയാണ് ഉറിയിൽ കയറ്റുക എന്ന് പറയാം. ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മാക്കി കാട്ടണ്ട, നീ എന്റെ അടുത്ത് ഉമ്മാക്കി കാട്ടണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലേ, അതായത് എന്നെ ഭയപ്പെടുത്തണ്ട, ഭയപ്പെടുത്തുക എന്നതാണ് ഉമ്മാക്കി കാട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ണുന്ന ചോറിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് നമ്മൾ തന്നെ ദോഷം ചെയ്യുക, അതായത് തനിക്കു താൻ തന്നെ ദോഷം വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉണ്ണുന്ന ചോറിൽ കല്ലിടുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കൂ, 40 വാക്കുകൾ, അതായത് 40 ശൈലികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെയാ പഠിക്കേണ്ട അറിയോ? ഈ സ്ക്രീൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സ്ക്രീൻ ഇങ്ങനെ വലുതാക്കാം. അപ്പൊ ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ആലത്തൂർ കാക്ക, ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എന്താണ് അതിന്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതായത് നമ്മൾ ആശിച്ച് കാലം കളയുന്നതിനെയാണ് നമ്മൾ ആലത്തൂർ കാക്ക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, പുളിശ്ശേരി വെക്കുക. പുളിശ്ശേരി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ച് നോക്കുക അതിന്റെ അർത്ഥം. എന്തർത്ഥത്തിലാണ് പുളിശ്ശേരി വെക്കുക എന്നുള്ളത് ഉപയോഗിക്കുന്നത്? എന്തർത്ഥത്തിലാണ്? നശിക്കുക അല്ലെ, നശിപ്പിക്കുക, നശിപ്പിക്കുക. അപ്പൊ അത് നോക്കുക, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, നെക്സ്റ്റ്, മർക്കട മുഷ്ടി. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മർക്കട മുഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഷാഢ്യമാണ് അല്ലെ, ഷാഢ്യം. അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക. നെക്സ്റ്റ്, ശവത്തിൽ കുത്തുക. ശവത്തിൽ കുത്തുക എന്നുള്ളത് എന്താ? അതായത് ഒരാള് ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ്, പിന്നെ അയാളെ, അതായത് ആകെ പോയ ആളെ വീണ്ടും വിഷമിപ്പിക്കുന്നതിനെയാണ് ശവത്തിൽ കുത്തുക എന്ന് പറയാം. നെക്സ്റ്റ്, അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? അജഗജാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വ്യത്യാസമാണ് അല്ലെ. തൊലിയുരിച്ച ഓന്ത് എന്ന് പറഞ്ഞാൽ എന്താ? വല്ലാത്തൊരവസ്ഥയിൽ പെട്ട ആളാണ്. പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താ? വില പോവാതിരിക്കുകയാണ് അല്ലെ. ആനവായിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വളരെ ചെറിയൊരു നേട്ടാണ്. ആനയുടെ വായ വളരെ വലുതാണ്, അതിന്റെ ഉള്ളിലിരിക്കുന്ന എന്താ പറയാ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നേട്ടാണ്. ആറാട്ടുകൊമ്പൻ എന്ന് പറഞ്ഞാലോ? ആറാട്ടുകൊമ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? ആറാട്ടുകൊമ്പൻ എന്ന് പറഞ്ഞാല് വലിയ പ്രതാപമുള്ള ആളാണ്. നെക്സ്റ്റ്, അകത്ത് കത്തിയും പുറത്തു പത്തിയും എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഉള്ളില് ദേഷ്യം ഒളിപ്പിച്ചു വെച്ച് പുറത്ത് ഭയങ്കര സ്നേഹത്തോടെ ആളുകൾ ബിഹേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയാം. നെക്സ്റ്റ്, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. അതായത് നിസാര കാര്യത്തിന് എന്ത് ചെയ്യാ? വലിയ നഷ്ടം വരുത്തുന്നതിനെയാണ് എലിയെ പേടിച്ച് ഇല്ലം ചുടുക. മുട്ടുശാന്തി എന്ന് പറഞ്ഞാലോ? താൽക്കാലിക പരിഹാരം ചെയ്യാണ്. കാലനു കഞ്ഞി വെച്ചവൻ എന്ന് പറഞ്ഞാൽ ആരെയും വഞ്ചിക്കാൻ കഴിവുള്ളവനാണ്. അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാലോ? വിരലിൽ എണ്ണാവുന്നതാണ്. കാക്ക പൊന്ന് എന്ന് പറഞ്ഞാല് വില കെട്ട വസ്തുവാണ്. എരുമത്തല എന്ന് പറഞ്ഞാലോ? വലിയ വെഡ്ഡി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എലിയുടെ കുഞ്ഞും നെല്ല് തൊലിക്കും എന്ന് പറഞ്ഞാലോ എന്താണ്? അതായത് നമ്മൾ പാരന്റ്സിന്റെ ക്യാരക്ടർ കുട്ടിയോട് കാണിക്കുന്ന, അതായത് മക്കള് അച്ഛന്റെ സ്വഭാവം കാണിക്കുക. നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം വരെ കാണുക അല്ലെ. നെയ്യിൽ കൈ മുക്കുക. കഴിഞ്ഞ തവണയും തെറ്റിച്ചു അല്ലെ. നെയ്യിൽ കൈ മുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സത്യം ചെയ്യുന്നതിനെയാണ് പറയാം. താളം ചവിട്ടുക എന്ന് പറഞ്ഞാലോ? വിഷമിക്കുകയാണ്. ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ നോക്കുക, അതന്നെയല്ലേ എന്നിട്ടാ. അറുത്തു മുറിച്ചു പറയുക, അതായത് നമ്മൾ ആകെ തീർത്ത് അങ്ങോട്ട് പറയാം, അതിനെയാണ് അറുത്തു മുറിച്ചു പറയാം. 1000 പറയുക എന്ന് പറഞ്ഞാലോ? ഏറെ പറയാം, അതായത് ഒരുപാട് പറയാം. കാൽ നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശിക്കുക.
കാട് കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? വിഷമിപ്പിക്കുക അല്ലെ, അതായത് അബദ്ധം ചെയ്യുകയാണ് കാട് കാട്ടുക. കഴുത്തിൽ കയറിടുക എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക, അബദ്ധത്തിൽ അകപ്പെടുന്നതിനെയാണ് കഴുത്തിൽ കയറിടുക. കണ്ണിൽ മണ്ണിടുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. അങ്ങനെ 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 പഠിച്ചു പോകാം. സ്ക്രീന് വലുതാക്കിയിട്ട് താഴെ വരെ നിങ്ങൾ പറഞ്ഞു നോക്കാം, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാം. അതാണ് നമ്മളെ പഠനത്തിനുള്ള, എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു എളുപ്പ മെത്തേഡ്. അതായത് ഒരു തവണ നിങ്ങൾ മൊത്തം ഇത് കേട്ട് നോക്കുക, കേട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ കേട്ട് പഠിച്ചു പോവുക. അത് കഴിഞ്ഞ് സ്ക്രീൻ വലുതാക്കുക, ഈ ഭാഗം മാത്രം വെക്കുക, ആലത്തിയൂർ കാക്ക പറഞ്ഞു നോക്കുക. ഓക്കെ, അതൊരു തവണ അടിക്കുക, റൗണ്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് സ്ക്രീൻ വലുതാക്കി വെക്കുക. ആശിച്ചു കാലം കഴിക്കുന്നവൻ, അതിനെന്താ പറയാ? ആലത്തിയൂർ കാക്ക. ആലത്തൂർ കാക്ക നശിപ്പിക്കുക, അതിനെന്താ പറയാ? പുളിശ്ശേരി വെക്കുക. അങ്ങനെ അങ്ങനെ 2 ട്രിപ്പ് പഠിച്ചു പോകുക. അത് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ KS എന്ന് പറഞ്ഞ സാധനത്തിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇനിയും അത് കോൾ ഫോർ ചെയ്യുമെന്ന് നമ്മുടെ CM പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് KSന് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ അതിന്റെ ഫസ്റ്റ് പ്രിലിംസിന്റെ, KSന്റെ ഫസ്റ്റത്തെ ഒരു പ്രിലിംസേ നടന്നിട്ടുള്ളൂ അല്ലെ, ഒരു എക്സാമേ നടന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ മുതലാണ് നമ്മുടെ കേരള PSC ഇത്രയും ടൈറ്റ് ആയി തുടങ്ങിയത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക. അതിന്റെ ശേഷം വന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ടാസ്ക് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൂടുതൽ എന്താ വേണ്ടത്, നമ്മൾ ഓരോന്നും വിഷൻ നടത്തണം, റിവിഷൻ നടത്തണം, എക്സാമുകൾ എഴുതണം. ഇത് 3ഉം റെഗുലർ ആയിട്ട് ചെയ്യുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും സർവീസിൽ കയറും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതായാലും സമയം കളയാണ് അല്ലെ. അപ്പൊ അത് എഫക്റ്റീവ് ആവുമെങ്കിൽ മാത്രം നിങ്ങൾ അതിന് സമയം കളയാം. കുറേ ടൈം നിങ്ങൾ പഠിക്കണ്ട്, കിട്ടുമോ കിട്ടില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ വെച്ച് നിങ്ങൾ പഠിക്കരുത്. എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷ വെച്ച്, അല്ലെങ്കിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം പഠിക്കാന്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്താനുള്ളതും നിങ്ങൾ എങ്ങനെയെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആ സർവീസിൽ കയറും. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ. 2025 ഒരുപാട് വേക്കൻസി അല്ല, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നുണ്ട്. അതായത് ഡിഗ്രി ലെവൽ ആണെങ്കിലും +2 ലെവൽ ആണെങ്കിലും 10th ബേസ്ഡ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. 2025 നമ്മൾ എന്തായാലും ഒരു ജോലിയിൽ കയറാനുള്ള എല്ലാതും റെഡി ആക്കും എന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാന്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.